നമസ്കാരം. അക്ഷര കോളേജ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ ബാങ്ക് ആൻഡ് മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സ്, മോണിറ്ററി പോളിസിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇതിലെ ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിസർവ് റേഷ്യോ റിക്വയർമെന്റ്സ്, ബാങ്ക് റേറ്റ്, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, എക്സെട്ര. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ക്വാളിറ്റി ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. എന്താ ക്വാളിറ്റി? ക്വാളിറ്റി ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഓൾസോ നോൺ ആസ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ, സെലക്ട് ചെയ്യണം ഇവിടെ. വായ്പയുടെ ഉപയോഗം സെലക്ട് ചെയ്ത് വൾണറബിൾ ആയിട്ടുള്ള സ്പോട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ളവർക്ക് ക്രെഡിറ്റ് വായ്പ അനുവദിക്കുന്നതാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയും. ഫേവർ ഓർ അൺഫേവറബിൾ നോക്കി പ്രൊഡക്റ്റീവ് ഓർ അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി അത് ഏതിനാണ് വേണ്ടത് എന്ന് തരംതിരിച്ച് വിവേചനം ചെയ്യുന്നതാണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് അവിടെ കൺട്രോൾ ചെയ്തത്. പണത്തിന്റെ സർക്കുലേഷനിലെ പണത്തിന്റെ അളവ് റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതേ മെത്തേഡ് ഇവിടെ ഇത് ഉപയോഗിക്കുന്നതിന്റെ രീതിയാണ്. ഏതാവശ്യത്തിനാണോ മണി അല്ലെങ്കിൽ ബാങ്ക് വായ്പ ഉപയോഗിക്കുന്നത് അതിന്റെ ഗുണനിലവാരം നോക്കിയാണ് ഇത് വായ്പ അനുവദിക്കുന്നത്. Main objectives of select credit control is stability of the economy. ഒന്നാമത്തത് ഇക്കോണമിയുടെ സ്റ്റെബിലിറ്റി തന്നെയാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വളർച്ച. അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ചെയ്യാൻ തന്നെ രാജ്യം ഇന്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ അതിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു രാജ്യം മറ്റു രാജ്യവുമായിട്ട് പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ആ പേയ്മെന്റ് ബാലൻസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇക്കോണമിയിലെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ കൈവരിക്കാനും ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അഡോപ്റ്റ് ചെയ്യും. The main important select credit control is first margin requirements. എന്താണ് മാർജിൻ? Margin means the difference between the market value of securities and credit loan on security, the amount of loan on security. അതായത് മാർക്കറ്റ് കടപ്പത്രങ്ങളിലെ മാർക്കറ്റ് വാല്യൂ, അതിൽ നിന്ന് കിട്ടുന്ന വായ്പയും തമ്മിലുള്ള വ്യത്യാസമാണ് മാർജിൻ. സെൻട്രൽ ബാങ്ക് മാർജിൻ നിശ്ചയിക്കുന്നു ഓരോ പീരിയഡിലും. ഇൻഫ്ലേഷൻ പീരിയഡിലും ഡീഫ്ലേഷൻ പീരിയഡിലും മണി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാർജിൻ റേറ്റ് ഫിക്സ് ചെയ്യും. നോർമലി നമുക്ക് നോക്കാം, സെൻട്രൽ ബാങ്ക് 10% ആണ് 1000 രൂപയ്ക്ക് കടപ്പത്രങ്ങൾക്ക് നൽകുന്നത് 10% മാർജിൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കടപ്പത്രത്തിന് നൽകുന്ന 1000 രൂപ കടപ്പത്രത്തിന് നൽകുന്നത് 900 രൂപ ആയിരിക്കും. 10% അവിടെ മാർജിൻ. ഇൻഫ്ലേഷൻ പീരീഡ് ആണെന്ന് വിചാരിക്കാം.
അങ്ങനെയാവുമ്പോൾ സെൻട്രൽ ബാങ്ക് മാർജിൻ ഇൻക്രീസ് ചെയ്യിക്കും, റേസ് ചെയ്യും. അപ്പൊ ഒരു 10% എന്നുള്ളത് ഇനി 20% ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ 1000 രൂപ സെക്യൂരിറ്റിയുടെ മേലെ 800, അതായത് 800 റുപ്പിയാണ് സെക്യൂരിറ്റിക്ക് നൽകുന്നത്. അപ്പൊ 20% അതിന്റെ 20% മാർജിനായിട്ട് നീക്കി വയ്ക്കും. ഈ മാർജിൻ കൂട്ടുന്നതും കുറയ്ക്കുന്നതും മണി സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പണം അനാവശ്യമായിട്ട് ഇക്കോണമിയിലെ ദുരുപയോഗപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇൻഫ്ലേഷൻ പീരീഡിൽ ഇത് സ്ട്രിക്റ്റ് ആക്കും, മാർജിൻ കുറച്ച് കൂട്ടും. അതേപോലെ തന്നെ ഡിഫ്ലേഷൻ പീരീഡില് മാർജിന്റെ റേറ്റ് കുറയ്ക്കും. ഇതാണ് മാർജിൻ റിക്വയർമെന്റ്സ്. നെക്സ്റ്റ് പോയിന്റ്, കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ. ഇവിടെ കൺസ്യൂമർ ആണ്, ഉപഭോക്താവിനെ ഉദ്ദേശിച്ചാണ്. ആരാണോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്, അതായത് ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എക്സെട്ര, വില കൂടിയ വസ്തുക്കള്, കാറ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ പർച്ചേസിങ്ങിന് ലോൺ അനുവദിക്കാറുണ്ട്. ഈ ലോണിന്റെ കാലാവധിയും അതേപോലെ തന്നെ ഡൗൺ പേയ്മെന്റ്, നമ്മൾ സാധാരണ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിലും അതിനാദ്യം ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കും, അതിനും പിന്നെ അതിനൊരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു നിശ്ചിത തുക തീരുമാനിക്കും. ഈ കാലാവധി 5 വർഷം, 7 വർഷം കൊണ്ടൊക്കെ അടച്ചു തീരുന്ന ലോണുകൾ ഉണ്ടാവും. ഇൻഫ്ലേഷൻ പീരീഡ് ആണെങ്കിൽ ഈ ഇൻസ്റ്റാൾമെന്റിന്റെ കാലാവധി കുറയ്ക്കും. പരമാവധി കാലാവധി കുറച്ചുകൊണ്ട് റൊക്കം പണ അടവ് കൂട്ടിക്കൊണ്ട് വായ്പകൾ തിരിച്ചടവ് നടത്തിക്കും. ഇനി ഡീഫ്ലേഷൻ പീരീഡ് ആണെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന്റെ കാലാവധി, അതായത് അടച്ചു തീർക്കേണ്ട കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യുകയും റൊക്കപ്പണം, അതായത് എമൗണ്ട് കുറച്ച് കുറച്ച് അതായത് അവർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള എമൗണ്ടിലേക്ക് കുറച്ചു കൊടുക്കും. ഇതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ. അപ്പൊ ഉപഭോക്തൃ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വായ്പ എടുത്താൽ മതി. ശരിക്കും അവരുടെ ക്രെഡിറ്റ് ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയാണ്, വ്യാപാര ചോദനം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് കൺസ്യൂമർ ക്രെഡിറ്റ്. അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ് ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കൂട്ടാതിരിക്കുന്നതിനും. അപ്പൊ ചില സമയത്ത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ പീരീഡിലും ഡീഫ്ലേഷൻ പീരീഡിലും. നെക്സ്റ്റ് പോയിന്റ്, ക്രെഡിറ്റ് റേഷനിങ്. റേഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു റേഷൻ കൺട്രോൾ ചെയ്യുകയാണ്, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക. സെൻട്രൽ ബാങ്ക് വായ്പ നൽകുന്നതിന് ഒരു റേഷനിങ്, ഒരു കോട്ട നിശ്ചയിക്കുന്നു. ആ കോട്ടയിൽ നിന്നുകൊണ്ടാണ് വായ്പ എടുക്കുന്നത്. അപ്പോൾ അതിന്റെ വായ്പയുടെ അളവ് പരിമിതപ്പെടുത്തും. സാധാരണ ഒരു ആസൂത്രിത പ്ലാനിംഗ് ഇക്കോണമിയിലാണ് ഇത് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളിലെ മൂന്നാമത്തെ നയമാണ് ക്രെഡിറ്റ് റേഷനിങ്. ഫോർത്ത് പോയിന്റ്, ഡയറക്റ്റ് ആക്ഷൻ, പ്രത്യക്ഷ നടപടി എന്ന് പറയും. ചില സമയത്ത് സെൻട്രൽ ബാങ്കിന്റെ ഇൻസ്ട്രക്ഷൻസ്, ഓരോ സമയങ്ങളിലും സെൻട്രൽ ബാങ്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് കമേഴ്സ്യൽ ബാങ്കിന്റെ മേലെ ഇമ്പോസ് ചെയ്യാറുണ്ട്. കമേഴ്സ്യൽ ബാങ്ക് ചില സന്ദർഭങ്ങളിൽ സെൻട്രൽ ബാങ്കിനെ ഡിസൊബേ ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് സെൻട്രൽ ബാങ്ക് പ്രത്യക്ഷ നടപടി, ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ആക്ഷൻ തന്നെയാണ്. ആക്ഷൻ എന്ന് വെച്ചാൽ ഫൈറ്റ് അല്ല, പക്ഷെ അവരെ ചില കാര്യങ്ങളില് ഭീഷണികൾപ്പെടുത്തിക്കൊണ്ട് വായ്പ നൽകുന്നത്, ക്രെഡിറ്റ് ക്രിയേഷൻ, അതായത് വായ്പ നൽകുന്നത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. അത് പല രീതിയിലാണ് ഈ ഭീഷണികൾ.
സാധാരണ കമേഴ്സ്യൽ ബാങ്കിന്റെ ബില്ല് റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സെൻട്രൽ ബാങ്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് റീഡിസ്കൗണ്ട് ചെയ്ത് റിഫ്യൂസ് ചെയ്യും. റീഡിസ്കൗണ്ട് ദ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് റിഫ്യൂസ് ചെയ്യും. സർട്ടൻ ഒക്കേഷനിൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് അധികമായിട്ട് ലോണ് കമേഴ്സ്യൽ ബാങ്കിന് നൽകാറുണ്ട്. ഈ അധികമായി നൽകുന്ന ഈ ക്രെഡിറ്റ് കർട്ടൈൽ ചെയ്യും. തേർഡ്, ചില സമയങ്ങളിൽ അധികമായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. നിയമത്തിൽ ഫോർമൽ അല്ലാതെ തന്നെ അധികമായിട്ട് സെൻട്രൽ ബാങ്ക് വായ്പ നൽകാറുണ്ട്. ഇതും തടയാറുണ്ട്. കൂടാതെ ഫോർത്ത്, സെൻട്രൽ ബാങ്ക് കമേഴ്സ്യൽ ബാങ്കിനെ ചില സമയങ്ങളിൽ ശാസനാരൂപത്തിൽ തന്നെ പറയും. ചില ബാങ്കുകളുടെ ലൈസൻസ് കർട്ടേജ് റദ്ദാക്കും, അല്ലെങ്കിൽ ആ ബാങ്കുകൾ സെൻട്രൽ ബാങ്ക് ഏറ്റെടുക്കും. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ആക്ഷൻസ് ഓരോ സമയങ്ങളിൽ സെൻട്രൽ ബാങ്ക് പുറപ്പെടുവിക്കും. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഇക്കോണമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കമേഴ്സ്യൽ ബാങ്കിന്റെ മേലെ എപ്പോഴും സെൻട്രൽ ബാങ്ക് ഓരോ നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യാറുണ്ട്. അത് ലംഘിക്കപ്പെടുന്ന സമയത്താണ് ഡയറക്റ്റ് ആക്ഷൻ എടുക്കുന്നത്. നെക്സ്റ്റ്, മോറൽ സുവേഷൻ, ധാർമ്മിക പ്രേരണ. ഇപ്പൊ ഡയറക്റ്റ് ആക്ഷൻ ഒക്കെ കൊടുത്തിട്ടും കമേഴ്സ്യൽ ബാങ്കിന് അത് മനസ്സിലായിട്ടില്ല എങ്കിൽ ചില സന്ദർഭങ്ങളില് സെൻട്രൽ ബാങ്ക് ധാർമ്മികമായിട്ടുള്ള ഒരു ബാങ്കിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വളരെ ഫ്രണ്ട്ലി അപ്രോച്ചോടുകൂടി പെർസുവേഷനിലോടുകൂടി വളരെ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാറുണ്ട്. ഇത് ഇമ്പോസ് ചെയ്യാച്ച നിയമപരമായി ഡയറക്റ്റ് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതിനൊന്നും നിയമത്തിന്റെ പിൻബലം ഉണ്ടാവില്ല. അപ്പൊ അതാണ് സെൻട്രൽ ബാങ്ക് ചില ഒക്കേഷനില് വളരെ സോഫ്റ്റായി ഫ്രണ്ട്ലി ആയി കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കും. അതിന് പ്രത്യേക മീറ്റിംഗ് നടത്താറുണ്ട്. സെൻട്രൽ ബാങ്കിൻ കമേഴ്സ്യൽ ബാങ്കിന്റെ ഹെഡുകളെ വിളിച്ച് മീറ്റിംഗ് നടത്തും. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാറുണ്ട്. ഇവര് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സും നൽകാറുണ്ട്. നെക്സ്റ്റ്, പബ്ലിസിറ്റി. സെൻട്രൽ ബാങ്കിന്റെ ക്രെഡിറ്റ് പോളിസിയെ കുറിച്ച് മോണിറ്ററി പോളിസിയെ കുറിച്ചൊക്കെ പബ്ലിസിറ്റി പ്രചരണം നടത്തും. ഇതും ഒരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആണ്. അസറ്റ് ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ്, വീക്കിലി അസറ്റ് ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാറുണ്ട്. ഓരോ ആഴ്ചകളിലെ ആസ്തി ബാധ്യത സ്റ്റേറ്റ്മെന്റ്. അതേപോലെ തന്നെ വരവ്, പണത്തിന്റെ വരവിനെ കുറിച്ചും മോണിറ്ററി പോളിസി, ക്രെഡിറ്റ് ക്രിയേഷൻ, ട്രേഡ്, എംപ്ലോയ്മെന്റ് എക്സെട്ര തുടങ്ങിയവയെ കുറിച്ചിട്ടും ഒരു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇതെല്ലാം പബ്ലിക്കില് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്, സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് പബ്ലിസിറ്റി നടത്തുന്നതും ഈ വാർഷിക റിപ്പോർട്ട് നൽകുന്നത്. ഓക്കെ, ഇപ്പൊ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ്, അതിലെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ് ഇതുവരെ ഇവിടെ ചർച്ച ചെയ്തത്. അത് qualitative credit control is also known as selective credit control.
സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അതിന്റെ ഉദ്ദേശം സ്റ്റെബിലിറ്റിയാണ്. ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എക്സെട്ര. മാർജിൻ റിക്വയർമെന്റ്സ്, കൺസ്യൂമർ ക്രെഡിറ്റ് റേഷനിങ്, കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ, ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സുവേഷൻ ആൻഡ് പബ്ലിസിറ്റി. ഇതെല്ലാം സമ്പദ് വ്യവസ്ഥയുടെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് കൊണ്ടുവന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.